നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ തുടങ്ങിയ ഇറാൻ ഇസ്രായേൽ US യുദ്ധമാണ്. അതിൻ്റെ വിവരങ്ങൾ മിനിറ്റിന് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ പങ്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ റോള് എന്താണ്, അതെങ്ങനെ ഇറാൻ എന്ന ഇന്ത്യയുമായി 1950 മുതൽ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയുള്ള രാജ്യത്തെ ബന്ധത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിന് കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ മോഡി ഇസ്രായേലിലെത്തുകയും അവരുടെ ഒരു ബിസിനസ് പാർട്ണറായിട്ട് മാറുകയും ചെയ്തു. അതായത് ഇതുവരെ പലസ്തീനെ വർഷങ്ങളായിട്ട് ജനറേഷൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഇതിൻ്റെ ലോങ് ടൈം ഇമ്പാക്റ്റ് എന്താണ്? നമ്മൾക്ക് ഇറാനിൽ നിന്നാണ് റഷ്യയെ പോലെ തന്നെ ഓയിൽ, നമ്മളുടെ ഒരു ഓയിൽ പ്രധാന സോഴ്സ് ആയിരുന്നു ഇറാൻ. റഷ്യയായി സാങ്ഷൻസ് വന്ന് ഇത് രണ്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഇത് ഇറാനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണറാണ് ഈ മുസ്ലിം അറബ് നേഷൻസിൻ്റെ ഇടയിൽ. അതിന് കാരണം പലതാണ്. സിവിലൈസേഷണൽ കണക്ട് എന്ന് പറഞ്ഞ് ശ്രീ മോഡി പോലും അദ്ദേഹം ആദ്യം ഇറാനിൽ പോയപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റുകൾ പിന്നെയും സൈൻ ചെയ്തു. കാരണം ഞാനിത് പറയുന്നത് വെറുതെയല്ല. ഒരു വ്യത്യാസം മാത്രം ഞാൻ ചെറിയ ആർക്കും മനസ്സിലാവുന്ന ഒരു വ്യത്യാസം. 2005 ഗസയിൽ ഈ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഈ പ്രധാനമന്ത്രി, ഈ സർക്കാർ, ഈ BJP RSS സർക്കാർ അതിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തു. ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്നലെ ഡൽഹിയിൽ ഇറക്കിയ സർക്കാരിന്റെ കുറിപ്പിൽ ആരെയാണ് ആക്രമിച്ചത്, എവിടെയാണ് ബോംബിട്ടത്, ആരാണ് ഇര, ആരാണ് പ്രതി എന്ന് ഒരക്ഷരം പറയാതെയാണ് സ്വതന്ത്ര ഇന്ത്യ, മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഇന്ത്യ ഇന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ലോകത്ത് നോർവേ പോലുള്ള നിരവധി രാഷ്ട്രങ്ങൾ ഇന്ത്യയെക്കാൾ എത്രയോ ഒരു കൊളോണിയൽ രാജ്യങ്ങൾ പോലും പ്രതിഷേധിക്കുമ്പോൾ ഇന്ത്യ ഇവരുടെ പേര് പറയാൻ, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇറാന്റെ പേര് പറയാൻ മടിക്കുന്നു. ഇത് കാണിക്കുന്നത് വലിയ ഒരു മാറ്റമാണ്. ഇത് ലോകത്തിൽ വന്ന ഇന്ത്യ ഗാന്ധിയുടെ ഇന്ത്യ, താങ്കൾ പറഞ്ഞ ഗാന്ധിയുടെ ഇന്ത്യ, പലസ്തീനെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്ത ഇന്ത്യ, ലോകത്തിലെ എവിടെ യുദ്ധമുണ്ടോ അവിടെ സമാധാനത്തിന്റെ കൊടിയുമായി പോയിരുന്ന ഇന്ത്യ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ പേരെടുക്കാൻ തന്നെ വിസമ്മതിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നമ്മളുടെ ഈ ഇന്റർനാഷണൽ സിറ്റുവേഷൻ നമ്മളെ ഒക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ വിദേശ നയത്തിൽ വലിയ വഞ്ചനയുണ്ട്. ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള വഞ്ചന ഉണ്ടായിട്ടില്ല. വഞ്ചന ഉണ്ടായത് വാസ്തവത്തിൽ ചൈനയുടെ അക്രമമായിരുന്നു 68-ൽ. ഓർമ്മയുണ്ട് എനിക്ക്. നെഹ്റു പ്രതീക്ഷിക്കാതെ ചൈനയുടെ ആക്രമണം ഉണ്ടായി. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് വഞ്ചനയുടെ ഒരു വിദേശ നയമാണ്. ഇതുവരെ നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നിരുന്ന, നിങ്ങളുടെ കൂടെ നിന്നിരുന്ന സോവിയറ്റ് യൂണിയൻ പോയി, എന്നാലും റഷ്യൻ ഫെഡറേഷൻ നിങ്ങൾക്ക് ആയുധം നൽകി, നിങ്ങൾക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്ന റഷ്യയുടെ താല്പര്യങ്ങൾ എത്ര വേഗമാണ് ട്രംപിന്റെ മുമ്പിൽ മോഡി അടിയറ വെച്ചത്. നിങ്ങൾക്ക് ഇറാൻ, നിങ്ങൾക്ക് ചബാർ പോർട്ട് ഉണ്ടാക്കാനായി നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുൻഗണന നൽകി നിങ്ങളെ വിളിച്ചു വരുത്തിയ. ഞാൻ ഒരു കാര്യം കൂടി നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പോഴത്തെ ഇറാന്റെ പ്രതിരോധത്തിന്റെ പേര് ഖതം ഇ തുഫാൻ. അതൊന്ന് ശ്രദ്ധിക്കണം. ഖതം ഇ തുഫാൻ എന്നാണ് ഈ അക്രമത്തിന് മറുപടിയായി ഇറാന്റെ പ്രതിരോധ മുദ്രാവാക്യം. അതിന്റെ അർത്ഥം എന്താ? ഖതം, ദ ലാസ്റ്റ്. ഖതം താങ്കൾ പറഞ്ഞ പാഴ്സി, ഉറുദു. ഖതം ഇ തുഫാൻ, എല്ലാ കൊടുങ്കാറ്റുകളുടെയും കൊടുങ്കാറ്റ്.
ഇതാണ് ഇന്ത്യയുടെ സംസ്കാരവും ഇറാനും തമ്മിലുള്ള ബന്ധം. അത്രയ്ക്കും ഇതാണ് പേർഷ്യൻ ടെക്സ്റ്റുകള്, ഇന്ത്യയിലെ ഫാർസി ടെക്സ്റ്റുകള്, ഉറുദുവും ഫാർസിയും തമ്മിലുള്ള ബന്ധം. ഇതൊന്നും ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള മുസ്ലിങ്ങളാണ് ലോകത്തിലെ അകത്തും പുറത്തും നമ്മുടെ ശത്രുക്കൾ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവർ അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന സർവനാശത്തിന്റെ ലക്ഷണമാണ് നമ്മൾ ഇന്ന് ഇന്ത്യയുടെ വിദേശ നയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തുറന്നു പറയാൻ ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തെല്ലാമാണ് ചെയ്തത്? പാകിസ്ഥാന് അണുവായുധങ്ങൾ വയ്ക്കുന്നതിന് അമേരിക്കക്ക് ഒരു എതിർപ്പുമില്ലല്ലോ. എന്താ ഇറാന്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആയുധത്തിന് വേണ്ടി ഇത്ര ശക്തി? നിങ്ങൾക്കറിയാമല്ലോ, പാകിസ്ഥാനും ഇന്ത്യയുടെ കൂട്ടാളിയായി ഇപ്പോ പ്രത്യക്ഷപ്പെടുന്ന താലിബാനാണ്. താങ്കൾക്കറിയാമല്ലോ, പാകിസ്ഥാൻ പറയുന്നത് താലിബാൻ നടത്തുന്ന യുദ്ധം പ്രോക്സി ഇന്ത്യൻ യുദ്ധമാണെന്ന്. ശരിയോ തെറ്റോ എന്നല്ല, നമുക്കറിയാം. ഇവിടെ താലിബാനെ കൊണ്ടുവന്നതും ഇവിടെ പിന്നെ ഉത്തർപ്രദേശിലെ മുസ്ലിം മതമേധാവികളെ കൊണ്ട് കാണിച്ചതും ഇതുവരെ തലവെട്ടികളെന്നും സ്ത്രീവിരുദ്ധരെന്നും പറഞ്ഞിരുന്നവരെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും പോയി സ്വീകരിച്ചതും ഇതെല്ലാം അറിയാം. അപ്പൊ എന്ത് തത്വദിശ, എന്ത് പ്രിൻസിപ്പിൾ ആണ് ഈ സർക്കാർ വിദേശകാര്യത്തിൽ കാണിക്കുന്നത്? ഈ യുദ്ധത്തിന് ശേഷം അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി അടുക്കുകയാണ്. ഇതെല്ലാം എന്ത് തരത്തിൽ ഇന്ത്യയുടെ താല്പര്യത്തെ, ഇന്ത്യയുടെ വികസനത്തെ, ഇന്ത്യയുടെ സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചെറിയ അത് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യ ഇന്നുവരെ നടത്തിയിരുന്ന വിദേശകാര്യ നയമല്ല ഇപ്പോൾ ഉള്ളത്. ഇനിയും ഈ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ഇറാനുമായി സിവിലൈസേഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ആരെങ്കിലും പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുതന്നെയാണ് ഈ യുദ്ധത്തിൽ നിന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ 90 ലക്ഷം 9 മില്യൺ ഇന്ത്യൻസ് ഈ ഗൾഫ് മേഖലയിലുള്ളവർക്ക് അവരുടെ ഭയാശങ്കകൾ കൂടാതിരിക്കട്ടെ, യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.